ശേഷമാണ് ഉണ്ടാവുകയും ചെയ്തത്. മാത്രമല്ല ഈ പ്രതിക്കെതിരെ കൊച്ചിനെ കർപ്പളിച്ച് കൊന്ന് കെട്ടി തൂക്കിയത് അൽമാരിക്കകത്തിന്റെ സച്ച എടുത്തോണ്ടാണ് അവനെ കെട്ടി തൂക്കിയത്. അറിയാവോ, ഞാൻ ചോറും കഞ്ഞി കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ. പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ എടുത്ത് കിട്ടിയതാ അറിയാവോ. ഇന്നോട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ. ഇപ്പൊ നീതിയാ കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്തെന്നാ കേൾക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ പ്രതിയാണ് ഇത്തരത്തിൽ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. കട്ടപ്പന അതിവേഗ കോടതിയാണ്, സ്പെഷ്യൽ കോടതിയാണ് ഈ നിലപാട് പ്രഖ്യാപിച്ചത്. കൊലപാതകവും ബലാത്സംഗവും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 2021 ജൂൺ 30-നാണ് 6 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. കോടതിയിൽ പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണെന്നാണ് പ്രതിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പുനരന്വേഷണം വേണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അപ്പീൽ സാധ്യത പരിശോധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുകൂടിയുണ്ട്. സജിത്ത്, അപ്പീൽ സാധ്യതയാണ് ഇനി പ്രോസിക്യൂഷന് മുന്നിലുള്ള പ്രധാനപ്പെട്ട പോംവഴി. ഒപ്പം പ്രതിഭാഗത്തിന്റെ ആരോപണവും പ്രധാനമാണ്. കോടതിയിൽ നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണ് എന്ന കാര്യത്തിൽ അത് രണ്ടും തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പുനരന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഇനി ഈ കാര്യത്തിൽ അപ്പീൽ പോകുക, പുനരന്വേഷണത്തിന് ആവശ്യപ്പെടുക, രണ്ടിലൊരു തീരുമാനം കോടതി എടുക്കേണ്ടി വരും? തീർച്ചയായും. കാരണം ഈ കേസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതുതന്നെയാണ്. കാരണം ഈ പോക്സോ കേസിൽ പൂർണ്ണമായും ശിക്ഷ വിധിക്കപ്പെടും, പ്രതിയെ കണ്ടെത്തി അത്തരത്തിൽ പ്രോസിക്യൂഷൻ പഴുതടച്ച നീക്കം നടത്തി എന്ന് കരുതിയ ഒരു കേസിലാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത്. നമുക്ക് കോടതിയുടെ കണ്ടെത്തലുകൾ, ആ വിധി ഉത്തരവിൻ്റെ പകർപ്പ് കൂടി ലഭ്യമാവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കോടതിയുടെ നിരീക്ഷണങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതായത് പ്രോസിക്യൂഷൻ്റെ പിഴവ് എവിടെയാണ് സംഭവിച്ചത് എന്ന കാര്യം അതുകൂടി നമുക്ക് വ്യക്തമാവേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ സംഭവിച്ചത് പ്രോസിക്യൂഷൻ്റെ ഒരു പ്രാഥമിക പിഴവ് തന്നെയാണ് എന്നതാണ് നമുക്കൊരു പ്രാഥമിക വിലയിരുത്തലായി പറയാൻ കഴിയുക. പക്ഷേ കോടതിയുടെ നിരീക്ഷണം കൂടുതലായി പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഇതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി സ്വാഭാവികമായും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ആ സമയത്ത് ചർച്ചയായതാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും അത്തരത്തിലും വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഒപ്പം സർക്കാർ കേന്ദ്രങ്ങളുടെയൊക്കെ പ്രതികരണം വരണം. കാരണം ഒരു കൊച്ചുകുട്ടിക്കുണ്ടായ ഒരു അവസ്ഥയാണ്. കാരണം പോക്സോ കേസുകൾക്ക് മറ്റേത് കേസിനേക്കാൾ പ്രാധാന്യം നൽകണമെന്നത് സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. അത്തരം നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ളതുമാണ്. പക്ഷേ എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചത് എന്ന കാര്യം ഉണ്ടാവും. ഇന്നത്തെ നീക്കങ്ങളെല്ലാം നാടകീയമായിരുന്നു. കാരണം ഈ വണ്ടിപ്പെരിയാർ കേസിൽ വിധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളടക്കം തയ്യാറെടുത്തിരുന്നത് ഈ കേസിൽ ഒരു വലിയ ശിക്ഷാവിധി, അതായത് പ്രതിക്ക് വലിയ ശിക്ഷ ലഭിക്കുമെന്ന പൊതു പ്രതീക്ഷയാണ്. പ്രോസിക്യൂഷനും അത്തരം പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത്. പക്ഷേ